നമ്മൾ ഈ കാണുന്നത് കുബോട്ടയുടെ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പാണ്. കുബോട്ട എഞ്ചിനുകൾ പൊതുവെ കണ്ടുവരുന്ന എയർ കംപ്രസറുകൾ, അതുപോലെ മെഷീനറികൾ, ചില്ലർ ഫ്രീസർ യൂണിറ്റുകളിലൊക്കെയാണ് പൊതുവെ കുബോട്ടയുടെ എഞ്ചിൻ കണ്ടുവരുന്നത്. കുബോട്ടയുടെ എഞ്ചിനായിട്ട് ബന്ധപ്പെട്ട 1-2 വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടൈമിങ്, വാൽ ക്ലിയറൻസ്, എഞ്ചിൻ ഓവറോളിങ്. ഇതെങ്ങനെ പ്രോപ്പറായിട്ട് ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് എന്നിട്ട് ഞാൻ കാണിച്ചിരുന്നത്. ഇത് ടൈമിംഗ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അഥവാ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ടൈമിംഗ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ്. ഇതുകൂടാതെ തന്നെ ഇതിനകത്ത് പൊതുവേ മെയിനായിട്ട് ഇതിൻ്റെ സൈഡ് കവറിൽ 2 റിട്ടേൺ സ്പ്രിങ്ങുകളുണ്ട്. സ്റ്റോപ്പറിൻ്റെ ആക്സിലേറ്റർ പെഡലിൻ്റെയും സ്പ്രിങ്, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് പൊതുവേ ടൈമിംഗ് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ടൈമിംഗ് ഇത് ഫ്രണ്ടിലാണ് വരുന്നത്. ഇതിൻ്റെ ഷാഫ്റ്റ്, ഷാഫ്റ്റ് നമ്മൾ പൊതുവെ പറയാറുണ്ട്. ഷാഫ്റ്റ് ഓൾറെഡി എഞ്ചിൻ ബ്ലോക്കിലാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ അഴിക്കുന്ന സമയത്ത് പ്രത്യേക ടൈമിംഗ് ഒന്നും സെറ്റാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ കാണുന്നത് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ കൺട്രോൾ റാക്കാണ് ഇത് കാണുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ റാക്ക് പുറത്തോട്ട് തള്ളി നിൽക്കാതെ പിന്നെ സെറ്റ് ചെയ്ത് അതേ രീതിയിൽ തന്നെ ലെവൽസ് വെച്ചിട്ടാണ് നമ്മൾ അതേ ബോഡിക്ക് ലെവലാക്കി വെച്ചിട്ട് വേണം ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഓൾറെഡി ലോ പിക്കപ്പിന് വേണ്ടിയിട്ട് അയച്ചതാണ് ഈ ഇഞ്ചക്ഷൻ പമ്പ്. അതിന് മുമ്പായിട്ട് ഞാൻ അതിൻ്റെ സൈഡ് കവർ അയച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിൻ്റെ സൈഡ് കവർ അയച്ചത്. ഇഞ്ചക്ഷൻ പമ്പ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈഡ് കവർ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓയിൽ ലീക്ക് കംപ്ലൈൻറ്റ് കൊണ്ട് ഞാൻ അയച്ചതാണ്. എനിക്ക് വീഡിയോ കാണാവുന്ന എങ്ങനെയാണ് ഇതിൻ്റെ സ്പ്രിങ് സെറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് വളരെ സിമ്പിളാണ്. ടൈമിങ് കാര്യങ്ങൾ ചെക്കാക്കേണ്ട വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ 1-2 കാര്യങ്ങൾ മാത്രം ചെക്കാക്കിയാൽ മതി. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ചെക്കാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഈ വീഡിയോ പുത്തം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഏകദേശം ഒരു ഐഡിയ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളത്. ഇത് സ്റ്റോപ്പറിൻ്റെ റിട്ടേൺ സ്പ്രിങ് ആണ്, സ്റ്റോപ്പർ സ്പ്രിങ് ആണിത്. Posing. മാക്സിമം നമ്മൾ പുതിയ ഗ്യാസ്കറ്റ് ചേഞ്ച് ആക്കാൻ നോക്കുക. പുതിയ ഗ്യാസ്കറ്റ് ചേഞ്ച് ആക്കാൻ നല്ലതാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ബോൾട്ട് ടൈറ്റ് ചെയ്ത് മുമ്പായിട്ട് സ്റ്റോപ്പറും ആക്സിലേറ്റർ പെഡലും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോയെന്ന് ചെക്കാക്കുക. അതിനുശേഷം മാത്രം ബോൾട്ട് ഫിറ്റ് ചെയ്യാൻ നോക്കുക. ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റോപ്പർ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. പ്രസ് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കട്ട് കണ്ടി സെക്കൻഡ് കട്ട്. ഈ സെക്കൻഡ് കട്ടിൽ അവിടെ പിടിച്ച് വെച്ചിട്ട് വേണം ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷം നമുക്ക് അല്ലാതെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ടാവുന്നതല്ല. സ്റ്റോപ്പർ എപ്പോഴും സ്റ്റോപ്പിംഗ് പൊസിഷനിലോട്ട് റാക്കിനെ കൊണ്ടുപോയും എഞ്ചിൻ എന്ത് ചെയ്താലും എഞ്ചിൻ സ്റ്റാർട്ടാവത്തില്ല. ചെറുതായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ഞാൻ ഓൾറെഡി പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രസ് ചെയ്ത് ഞാൻ അവിടെ ലോക്കാക്കി വെച്ചിട്ടാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ അതിൻ്റെ ഉള്ളിലോട്ട് ഇടുന്നത്. വളരെ സിമ്പിളാണ്. വലിയ ടൈമിങ് കാര്യങ്ങളൊന്നും നോക്കണം. ടൈമിങ് ചെക്കാക്കേണ്ട, ടൈമിങ് ബ്ലോക്കിലാണ് വരുന്നത്. അതുകൊണ്ട് ടൈമിങ് ഒന്നും ചെക്കാക്കേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള പമ്പാണ്. കുബോട്ടയുടെ 3 സിലിണ്ടർ എഞ്ചിൻ സെയിം പ്രോസസ്സാണ്. ചില വാഹനങ്ങളിൽ അതിൻ്റെ ഹൗസിങ്ങിന് ചെറിയ വ്യത്യാസം വരുന്നത്, അത്രമാത്രമേ ഉള്ള പ്രത്യേകത. ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരും. നിങ്ങൾ മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.